ഗൈസ്, അപ്പോൾ അത് ന്യൂ ഇയർ ആയിട്ട് ഒരു 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ഇടാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിപ്പോയി, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചത് കന്യാകുമാരിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ബീച്ചിലാണെങ്കിൽ നമ്മൾ നൈറ്റ് ഒരു 11:30 തൊട്ട് ഒരു 2 മണി വരെ ബീച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതൊന്നും പോരാതെ തിരിച്ച് വന്നപ്പോൾ നമ്മൾ കോവളത്ത് ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വെള്ളം കാണുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു, കയറി പോരാൻ തോന്നുന്നത് അതിൽ തന്നെയായിരുന്നു. ഒരു 2 മണിക്കൂറോളം കോവളം ബീച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഫേസ് വാഷ് ഇട്ട് കഴുകുകയൊന്നും ചെയ്തില്ല. നേരെ ഉപ്പ് വെള്ളത്തിൽ നിന്ന് നേരെ കയറി തിരിച്ച് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ഉറക്കം എണീറ്റ് വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല പനിയും ചെവിവേദനയൊക്കെ, പനി പിടിച്ച് അങ്ങനെ പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ വേറൊരു പണിയും കൂടെ കിട്ടി. അപ്പോൾ ഈ ഉപ്പ് വെള്ളത്തിൽ ഇറങ്ങുന്ന രീതി ശ്രദ്ധിക്കണം കേട്ടോ. മുഖമൊക്കെ നല്ലപോലെ കഴുകണം. അധികം നേരം ഈ ബീച്ചിലൊന്നും ഇറങ്ങി നിൽക്കാനും പാടില്ല. അത് എനിക്കൊരു വലിയ പരുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മുഖത്ത് ഉപ്പിൻ്റെ അംശം മുഖത്തുള്ളതുകൊണ്ടാണ് കഴുകി കളയാത്തതുകൊണ്ട്. പിന്നെ അത് ഞങ്ങൾ എല്ലാവരും കൂടി പൊട്ടിച്ച് ലാസ്റ്റ് ചോരയൊക്കെ ആയി ഇപ്പോൾ ഇങ്ങനെ ആട്ടോ ഇരിക്കുന്നത്. മുഖത്ത് ഇതുവരെ കുരു വരാത്ത എനിക്ക് നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ പനിയും ഉണ്ട് ഈ കൂട്ടത്തിൽ. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ബൈ ഗൈസ്.